ഇത് പൊട്ടുവെള്ളരിയുടെ ഒരു വിളവെടുപ്പാണ് കേട്ടോ. ഇത് കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കൃഷി നടക്കുന്നത്. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടോ. ഈ മകളൊക്കെ പൊട്ടിച്ചപ്പോൾ വണ്ടി കയറ്റിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇത് പൊട്ടിച്ച് കൊണ്ടുവരണം കണ്ടോ. ഇതിലൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ നമ്മൾ പൊട്ടിച്ച് ചെത്തി വെച്ചെടുക്കണം. അത് ഓരോന്നിങ്ങനെ ഓരോ ബാച്ചുകളായിട്ട് എടുത്തെടുത്ത് വരും. സംഗതി ഇപ്പോൾ ഇപ്രാവശ്യം ഒരു പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് ഒരു പല ഘട്ടങ്ങളായിട്ട് പല മഴകൾ വന്നപ്പോണ്ടല്ലോ ഭയങ്കര പ്രയാസമായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു കാശ് നമുക്ക് ഈ കൃഷിയിൽ ഇപ്പോൾ നഷ്ടമാണ്. ഇറക്കിയതും ഇതൊക്കെ നഷ്ടമാണ്. ഇനിയിപ്പോൾ പൊട്ടിക്കുന്നത് എന്താ അവസ്ഥ എന്നറിയില്ല. മഴ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു ബാച്ചിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ഇത്രയും ദൂരത്തു നിന്നാണ് ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു ബാച്ച് കാട്ടിത്തരാം കേട്ടോ. ആ ഒരു ബാച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ താഴെ കണ്ട് ഒരു ബാച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോഴേക്കും ഇതിൽ സെറ്റായിക്കോളും. ഇതിലിപ്പോൾ ഒറ്റങ്ങറ്റൊക്കെ കായകൾ വീണ് തുടങ്ങിയിട്ട് നിൽക്കണുണ്ടോ. കണ്ടോ, ഇതിങ്ങനെ ഈ ഒരു ബാച്ച് ആയിക്കോളും. അത് കഴിയുമ്പോഴേക്കും ഇവിടെ കഴിയുമ്പോഴേക്കും വേറൊരു സ്ഥലം അപ്പുറത്ത് 2-3 സ്ഥലത്ത് വേറെ 3-4 ബാച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ തൈകൾ വരെ നമ്മൾ ബാച്ച് ചെയ്ത് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ 8 ദിവസം കൂടുമ്പോഴാണ് വിത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിൻ്റെ തന്നെ ചെറിയൊരു ഐറ്റംസ് ഒരു 4 വാരം വേറെ കാട്ടിത്തരാം. ഇത് കണ്ടോ, ഇത് വേറൊരു ബാച്ച്. ഇതിൻ്റെ അപ്പുറത്ത് നടക്കുന്ന സ്ഥലത്ത് കഴിയുമ്പോഴേക്കും ഇവിടെ കായായിട്ട് വീഴും. അപ്പോൾ ഇങ്ങനെ നമ്മൾ 8, 10, 5 ദിവസമൊക്കെ മാറി വേനലിങ്ങനെ വരുന്നതിനനുസരിച്ച് ഇടുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ സ്വന്തം തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം. ഞങ്ങളുടെ തൃപ്പയാറ് പാലത്തിന് കിഴക്കേ സൈഡിൽ നമുക്കൊരു പൊട്ടുവെള്ളരി കടയുണ്ട്, അവിടെ നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ പരമാവധി പുറത്തുനിന്ന് എടുക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ വിൽപ്പന നടത്തുന്നത്. 100% ഓർഗാനിക് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ ഓർഗാനിക്കൊക്കെ മാറ്റും. ഇത്രയും സാധനം ഉണ്ടായി നിന്നിട്ട് നമുക്കത് സക്സസ് ആവണില്ലെങ്കിൽ കാൽച്ചോട് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പ്.